എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ജന്മദിനമാണ്. നമ്മൾ എല്ലാ വർഷവും ഈ ദിവസം ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കാറുണ്ട്. നമ്മൾ പുസ്തകങ്ങളിൽ നിന്നൊക്കെയാണ്, ക്ലാസ്സുകളിലൊക്കെയാണ് ഗാന്ധിജിയെക്കുറിച്ച് അറിയാൻ പറ്റിയത്. ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിലൂടെ കൂടുതൽ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാൻ സാധിക്കും. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ, ഗാന്ധിജിയുടെ സമരമാർഗ്ഗങ്ങൾ എന്തായിരുന്നു എന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്, എന്നും പത്രത്തിൽ കാണുന്നുണ്ട് യുദ്ധവും ബോംബിടുന്നതും 400-400-ലധികം പേര് മരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നില്ലേ ഓരോ രാജ്യങ്ങളിൽ അല്ലേ. പക്ഷെ നമ്മുടെ ഒന്നും സമരങ്ങൾ, ഗാന്ധിജി ആഹ്വാനം ചെയ്ത സമരം എങ്ങനെയായിരുന്നു? സത്യാഗ്രഹം അല്ലേ, അഹിംസയുടെ മാർഗ്ഗത്തിലുള്ള സത്യാഗ്രഹവും ഒക്കെ ആയിട്ടാണ്. അങ്ങനെയാണ് നമ്മുടെ രാജ്യത്തുനിന്ന് നമ്മൾ വിദേശ ശക്തികളെയൊക്കെ ഓടിച്ചത് അല്ലേ. അങ്ങനെ വളരെ സമാധാനത്തിൻ്റെ ഒരു പാതയിലായിരുന്നു അദ്ദേഹം സമരം നയിച്ചിരുന്നത്. ചെറിയ ക്ലാസ്സിലൊക്കെ ഞാനൊക്കെ പഠിക്കുമ്പോൾ ഒന്നും എനിക്കത് അറിയത്തില്ലായിരുന്നു. ഉപ്പെന്ന് പറയുന്നത് ഉപ്പിനെന്താണ് ഇങ്ങനെ പ്രാധാന്യം കൊടുത്ത് ഒരു ഉപ്പ് സത്യാഗ്രഹം നടത്തിയത്, ഉപ്പ് കുറുക്കി അല്ലെങ്കിൽ കടലിലെ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്നത്, അതൊരു സമരമാർഗ്ഗമാകുന്നത് എങ്ങനെയാണെന്ന് അതിന് ഗാന്ധിജി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ആശ്രയിക്കുന്നത് ആരെയാണ്? നമുക്ക് സ്വന്തമായിട്ടുണ്ടാക്കാൻ അറിയത്തില്ല. അറിയാമോ? ഭക്ഷ്യ സാധനങ്ങൾ നമുക്ക് കൃഷി ചെയ്യാനറിയാം എന്നൊക്കെ അല്ലാതെ അത് നമ്മളെല്ലാം ആശ്രയിക്കുന്ന മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെയാണ്. നമുക്കറിയാം, ഓരോ ദിവസവും നമ്മൾ കഴിക്കുന്ന ആഹാരം ഒന്നെങ്കിൽ ചെടികളുണ്ടാക്കിയതായിരിക്കും അല്ലേ, അല്ലെങ്കിൽ ഇപ്പം മുട്ട കഴിക്കുന്നുണ്ടെങ്കിൽ അത് കോഴി തരുന്നതാണ്, ഇറച്ചി കഴിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മറ്റു മൃഗങ്ങളെ ആശ്രയിച്ചാണ്, പാലങ്ങനെയാണ്. പക്ഷേ ഒരു സാധനം മാത്രമേ ഉള്ളൂ നമ്മൾ ഒരു ജീവിയെയും ആശ്രയിക്കാതെ, ഒരു ജീവിയെയും വേദനിപ്പിക്കാതെ എടുക്കുന്നത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം നമ്മുടെ ആഹാരത്തിൽ അത് ഉപ്പാണ് അല്ലേ. ഉപ്പിന് ആരെയും നമ്മൾ ആശ്രയിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഒരു ജീവിയിൽ നിന്നും അല്ല നമുക്കിടുന്നത്, ഒരു ജീവിയും വേദനിപ്പിക്കേണ്ട, ഒരു ജീവിയിൽ നിന്നും പറിച്ചെടുക്കുന്നതല്ല അല്ലേ. അപ്പോൾ അതാണ് ഗാന്ധിജി ആ ഉപ്പിന് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നാണ് ഈ ഉപ്പ് സത്യാഗ്രഹവുമൊക്കെ അദ്ദേഹം ആവിഷ്കരിച്ചത്. ഗാന്ധിജിയെ വെടിയേറ്റ് മരിച്ചത് നമ്മൾ ചിത്രത്തിൽ കണ്ടല്ലോ. പക്ഷേ വീണ്ടും നിങ്ങൾ കൊച്ചുകുട്ടികൾക്ക് അറിയില്ലെങ്കിൽ വീണ്ടും പലവട്ടം ഗാന്ധിജി കൊല ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ കൂടിയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. ഇതൊക്കെ നിങ്ങൾ ശരിയായ രീതിയിൽ അറിയുക, പത്രമൊക്കെ വായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കുക, അറിയുക കേട്ടോ. അങ്ങനെ നല്ല കുട്ടികളായിട്ട് നിങ്ങൾ വളരുക. ഓക്കെ. അപ്പോൾ സാറിനെ ഈ ക്ലാസ് എടുക്കാനായിട്ട് ക്ഷണിക്കുന്നു. കെ ഗാന്ധി, മോഹൻദാസ്, അച്ഛൻ്റെ പേരും കൂടി ചേർത്ത് കരംചന്ദ് ഗാന്ധി. കരംചന്ദ് ഗാന്ധി എന്നുള്ള അച്ഛൻ്റെ പേര്, സ്വന്തം പേര് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, കെ ഗാന്ധി. അപ്പോൾ ഒന്നുകൂടെ ചോദിക്കട്ടെ, ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? എല്ലാവരും കൂടി പറയാം. കസ്തൂർബ ഗാന്ധി. കസ്തൂർബായെ മോഹൻദാസ് കല്യാണം കഴിക്കുമ്പോൾ മോഹൻദാസിന് 13 വയസ്സായിരുന്നു. അതിലും വയസ്സ് കുറവായിരുന്നു കസ്തൂർബായ്ക്ക്. 14-ാമത്തെ വയസ്സിൽ മോഹൻദാസ് അച്ഛനായി. 14-ാമത്തെ വയസ്സിൽ. ഇന്ന് നടക്കുന്ന കാര്യമാണോ? ഇന്ന് അവരെ അറസ്റ്റ് ചെയ്യും. 21 വയസ്സെങ്കിലും ആവണം ആണിന്, 18 വയസ്സെങ്കിലും ആവണം പെണ്ണിന്. അപ്പോൾ കാലം അത്രയും മാറിപ്പോയിട്ടുണ്ട്. അത് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതെ. ഇങ്ങനെയുള്ള അനാചാരങ്ങൾക്കെതിരെയൊക്കെ പിന്നീട് ഒരുപാട് സമരങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിജി ജനിച്ചത് എന്നായിരുന്നു? അത് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒന്ന് ഓർത്ത് പറയാമോ? ഞാൻ വായിച്ചതാണ്. ഇല്ലെങ്കിൽ ഇന്നത് ഓർത്തിരുന്നിട്ടേ പോകാവൂ. ഇനി ഞാൻ എന്ത് ചോദിച്ചാലും ഇത് പറയണം. ഒന്ന് ഓർക്കുന്നില്ല അല്ലേ? ശോ, ഞാൻ ഓർഡർ തെറ്റിച്ച് നിങ്ങൾ കണ്ടുപിടിക്കണം കേട്ടോ. ആ ജനനത്തീയതിയിലെ 4 അക്കങ്ങൾ ഇതിനകത്ത് കിടപ്പുണ്ട്. ക്രമത്തിനൊന്നും അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ കണ്ടുപിടിക്കണം. ഇനി പറയാമോ? 1869. ഇത് ഗാന്ധിജിയാണെന്ന് തോന്നുമോ? അപ്പോൾ ഇനി മറന്നു പോവോ? 1869 അത് ഗാന്ധിജിയുടെ തലയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്. ഈ ആണ്ട് ഗാന്ധിജിക്ക് വേണ്ടി ഉണ്ടായതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഗാന്ധിജി വരയ്ക്കാൻ അറിയാമോ?
അത്ര കൃത്യമായിട്ട് പടം വരയ്ക്കാൻ പഠിക്കണമെന്നൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന രീതിയിൽ ഗാന്ധിയാന്ന് തോന്നിയാൽ മതി. ഇതിപ്പോൾ ഗാന്ധിയാന്ന് പെട്ടെന്നൊന്നും തോന്നിയില്ലേ, അങ്ങനെ തോന്നിയാൽ മതി. ഏറ്റവും എളുപ്പത്തിൽ ഗാന്ധിജി വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? കണ്ടോ, ആയില്ല, ഗാന്ധി ആയില്ല കേട്ടോ. റാ ഗാന്ധിജി എങ്ങനെയാണ് മരിച്ചത്? വെടിയേറ്റാണ് മരിച്ചത്. ആരാണ് ഗാന്ധിയെ വെടിവെച്ചതെന്നറിയാമോ? നാഥുറാം വിനായക ഗോഡ്സെ. നാഥുറാം വിനായക ഗോഡ്സെ. ആ ഒരു തോക്കിൻ്റെ പടം കണ്ടോ? ആ തോക്ക് കൊണ്ടാണ് ഗാന്ധിജി വെടിവെച്ചത്. ഗാന്ധിജി ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കും. സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ വെല്ലുവിളിക്കുകയും അവരെ പേടിപ്പിക്കുകയും ആ സമരമുറയിലൂടെ ഗാന്ധിജി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇത് നിർത്തുന്നു. ഇനി ഞാൻ ഗാന്ധിജിയുടെ ജീവചരിത്രം വെറുതെ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. വെറുതെ വായിച്ച് കേൾപ്പിക്കുന്നു, ക്ലാസ്സിൽ പുസ്തകം വായിക്കുന്ന രീതിയിൽ കേട്ടിരിക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളണം കേട്ടോ. ഈ കുട്ടി ഭംഗിയായിട്ട് പറഞ്ഞതുപോലെ ഓരോരുത്തരും പറഞ്ഞോളണം. കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ്, എങ്കിലും അതൊന്ന് അടുക്കും ചിട്ടയുമായിട്ട് ഗാന്ധിജിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായതുകൊണ്ട് അതൊന്ന് വായിച്ച് കേൾപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ പിന്നീട് പറയും. മഹാത്മാഗാന്ധി, ഗാന്ധിജി എന്ന് നമ്മൾ പറയാറുണ്ട്, മഹാത്മാഗാന്ധി എന്ന് പറയാറുണ്ട്. അതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. രാഷ്ട്രപിതാവായ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കത്തിയവാറിലെ പോർബന്തറിൽ ജനിച്ചു. രാജ്കോട്ട്, ഭവനഗർ, ലണ്ടൻ എന്നിവിടങ്ങളിൽ വിദ്യാഭ്യാസം ചെയ്തു. 1891 ബാരിസ്റ്ററായി. ബാരിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? വക്കീൽ, കേസ് വാദിക്കുന്ന വക്കീൽ, അതാണ് ബാരിസ്റ്റർ. 1893 ഒരു ഇന്ത്യൻ കമ്പനിയുടെ നിയമ ഉപദേശകനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. 20 വർഷത്തോളം അവിടെ പാർത്തു. വെള്ള മേധാവിത്വത്തിനെതിരെ ഇന്ത്യക്കാരെ ഗാന്ധിജി അണിനിരത്തി നറ്റാൽ ഇന്ത്യൻ കോൺഗ്രസ് രൂപീകരിച്ചു. ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം നടത്തി. 1906 1908 അധിനിവേശക്കാരുടെ അവകാശ സംരക്ഷണത്തിന് സത്യാഗ്രഹ സമരങ്ങൾ നടത്തി. പലതവണ ജയിലിലായി. 1913 ഇന്ത്യക്കാരുടെ ഒരു ദീർഘയാത്രയും ഗാന്ധിജി സംഘടിപ്പിച്ചു. 1915 ഇന്ത്യയിലെത്തി. അഹമ്മദാബാദിനടുത്ത് സബർമതിയിൽ തൻ്റെ ആശ്രമം സ്ഥാപിച്ചു. അതിൽ ഹരിജനങ്ങളെ പാർപ്പിച്ചു. ഇത് യാഥാസ്ഥിതികരെ വിരൽ പിടിപ്പിച്ചു. ആചാരങ്ങളെ മുറുകെ പിടിച്ച് അതിലൊരു മാറ്റവും വരുത്താൻ പാടില്ല, പുരോഗമനം ഒന്നും വേണ്ട, പണ്ട് എങ്ങനെയായിരുന്നുവോ അങ്ങനെ മതി എക്കാലവും എന്ന് വിശ്വസിക്കുന്നവരാണ് യാഥാസ്ഥിതികരെന്ന് പറയുന്നത്. ഹരിജനങ്ങളെ പാർപ്പിച്ചതിൽ ആ സംഗതി യാഥാസ്ഥിതികരെ വിരൽ പിടിപ്പിച്ചു. ദരിദ്രന്മാരുടെ രംഗത്തേക്കാണ് തൻ്റെ ശ്രദ്ധ എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 1917 ബീഹാറിലെ നീലം കൃഷിക്കാരുടെ അവകാശങ്ങൾക്കായി ചമ്പാരനിൽ ആദ്യത്തെ സത്യാഗ്രഹ സമരം ഇന്ത്യയിൽ നടത്തി. അഹമ്മദാബാദിൽ ഒരു തൊഴിലാളി പണിമുടക്കവും കൈര ജില്ലയിൽ ഒരു നികുതി നിഷേധ സമരവും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നു. 1919 റൗലത്ത് നിയമത്തിനെതിരെ അഖിലേന്ത്യാ വ്യാപകമായൊരു സമരം നടത്തി. ചെകുത്താൻ ഗവൺമെൻറ്റിനെ നിലനിർത്താൻ ഗാന്ധിജി സമരാഹ്വാനം നൽകി. നവജീവൻ, യങ് ഇന്ത്യ പിന്നീട് പേര് മാറ്റി ഹരിജൻ എന്നാക്കി ആ പത്രത്തിൻ്റെ പേര്. എന്നീ പത്രങ്ങളും ഗാന്ധിജി നടത്തി. രാജ്യദ്രോഹപരമായി എഴുതിയതിന് 6 വർഷത്തെ തടവ് ശിക്ഷ കിട്ടി 1922. ആരോഗ്യ കാരണങ്ങളാൽ 1924 ജയിൽ വിമുക്തനായി. സാമുദായിക സൗഹാർദ്ദത്തിനായി ഒരു നിരാഹാര വ്രതം അനുഷ്ഠിച്ചു. ബൽഗോം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷനായി. ഖാദി, സ്വദേശി, ഐത്തോച്ചാടനം എന്നിവയ്ക്കായി ഗാന്ധിജി പ്രചാരവേല നടത്തി. ബ്രിട്ടനെതിരായ മനോഭാവം വളരുകയായിരുന്നു. 1930 മാർച്ച് 12 ഉപ്പ് സത്യാഗ്രഹം തുടങ്ങി.
അറസ്റ്റ് ചെയ്യപ്പെട്ടു. 1931 കൂടിയാലോചനയ്ക്കായി വൈസ്രോയി എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാമോ? ബ്രിട്ടീഷ് ഭരണം ആണ് ഇന്ത്യയിൽ നടന്നിരുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മാത്രം ഭരണത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് വൈസ്രോയി, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ പോലെ. 1931 കൂടിയാലോചനയ്ക്കായി വൈസ്രോയി ഗാന്ധിജിയെ ക്ഷണിച്ചത്. ഗാന്ധി ഇർവിൻ ഒത്തുതീർപ്പിനെ തുടർന്ന് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുത്തു. പക്ഷേ അവിടെ നിന്ന് ഒന്നും ലഭിച്ചില്ല. ഇന്ത്യയിലേക്ക് മടങ്ങി. വീണ്ടും സമരം തുടർന്നു. ജയിലിലായി. പ്രത്യേക നിയോജക മണ്ഡലത്തിനെതിരായി യർവാദ ജയിലിൽ വെച്ച് ഒരു ഉപവാസം നടത്തി. അത് സത്യാഗ്രഹമാണ്. ആഹാരം കഴിക്കാതെ ഇരുന്നുള്ള ഒരു സമരമുറയാണ് ഉപവാസം. തുടർന്ന് പൂന കരാറിലെത്തി. 1933 ശേഷം ഹരിജനോദ്ധാരണം പോലുള്ള പല പ്രവർത്തനങ്ങളിലും ഗാന്ധിജി വ്യാപൃതനായി. അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന ആശയം പ്രായോഗികമാക്കാൻ ശ്രമിച്ചു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഇന്ത്യയെ പങ്കാളിയാക്കിയതിനെതിരെ വ്യക്തി സത്യാഗ്രഹം തുടങ്ങി. യുദ്ധവിരുദ്ധ പ്രസംഗങ്ങൾക്ക് പലരും അറസ്റ്റിലായി. 1942 ക്രിപ്സ് ഇന്ത്യയിൽ വന്നുവെങ്കിലും കൂടിയാലോചനകൾ ഫലിച്ചില്ല. ക്വിറ്റ് ഇന്ത്യ പ്രമേയവും പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യവും ഗാന്ധിജി അവതരിപ്പിച്ചു. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ആഗാഖാൻ കൊട്ടാരത്തിൽ തടവുകാരനായിരിക്കെ തൻ്റെ വിശ്വസ്ത സുഹൃത്ത് മഹാദേവ ദേശായിയും ധർമ്മപത്നിയായ കസ്തൂർബയും മരിച്ചു. 1944 മുക്തനായി. മുഹമ്മദ് അലി ജിന്നയുമായി കൂടിയാലോചന നടത്തി. 1946 ക്യാബിനറ്റ് മിഷനുമായി സംഗതികൾ ചർച്ച ചെയ്തു. ഹിന്ദു മുസ്ലിം ലഹള ബാധിച്ച നവഖാലിയും ബീഹാറും ഗാന്ധിജി സന്ദർശിച്ചു. 1948 ജനുവരിയിൽ സാമുദായിക സൗഹാർദ്ദത്തിനായി ഗാന്ധിജി ഉപവാസം നടത്തി. 1948 ജനുവരി 30 ഒരു മതഭ്രാന്തൻ ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നു. ഗാന്ധിജിയുടെ സത്യവും ധർമ്മവും തത്വനിഷ്ഠയും ധീരതയും സരളതയും മാതൃകാപരമായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ജീവചരിത്രം ഏതാണ്ട് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ടില്ലേ? മഹാത്മാജി എവിടെയാണ് ജനിച്ചത്? ചടി പറയലേട്ടാ, ഇവർ പറയുമെന്ന് അറിയട്ടെ. ഇത് ഉത്തരം പറയുന്നത് എനിക്ക് നല്ല അതിശയമുണ്ട്. ഇയാൾ പറയുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഗാന്ധിജിയുടെ ഭാര്യയുടെ പേരെന്തായിരുന്നു? ഈ കൂട്ടത്തിൽ ആരെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ ശരിക്കും ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഒരുപാട് വായിച്ചപ്പോൾ മറന്നുപോയി കാണും. ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു. പറഞ്ഞു. കസ്തൂർബ ആയിരുന്നു. കസ്തൂർബായെ ഗാന്ധി, നമ്മൾ ഗാന്ധി എന്നാണ് പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേര് മോഹൻദാസ് എന്നാണ്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ മോഹൻലാൽ ഗാന്ധി അല്ല. ഈ ഉപ്പ് നമ്മുടെ ജീവിതമായിട്ട് എന്താ എത്ര ബന്ധം? നമ്മൾ കഴിക്കുന്ന ഓരോ സാധനങ്ങളിലും നമ്മൾ ഉപ്പ് ചേർക്കണ്ട. ഉപ്പ് നമ്മളിപ്പോൾ ചോറിലും എല്ലാത്തിലും ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഉപ്പ് നമ്മൾ പ്രാധാന്യമായിട്ട് വരുന്നത്. മെടുക്കാൻ. പക്ഷേ ഈ ഉപ്പെന്ന് കേൾക്കുമ്പോൾ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞാൽ ഉപ്പ് എന്ന മട്ടിൽ അതിനെ അവഗണിച്ച് കളയുക ചെയ്യുന്നത്. പഞ്ചസാരയാണ് ഗംഭീരൻ എന്നാണ് നമ്മുടെ ധാരണ. ഞാനൊരു കൊച്ചു കഥ പറയാം. ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. ഒരു ദിവസം ഈ രാജാവ് ഈ പെൺമക്കൾ 3 പേരെയും വിളിച്ച് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട്? അപ്പോൾ ഒരു മൂത്ത മകൾ പറഞ്ഞു, ഞാൻ പാല് പോലെ അച്ഛനെ സ്നേഹിക്കുന്നു. രണ്ടാമത്തെ മോളോട് ചോദിച്ചപ്പോൾ മോൾ പറഞ്ഞു, ഞാൻ പഞ്ചസാര പോലെയാണ് അച്ഛനെ സ്നേഹിക്കുന്നത്. മൂന്നാമത്തെ മോളോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അച്ഛനെ ഉപ്പ് പോലെയാണ് സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞു. രാജാവിന് ആദ്യം പറഞ്ഞ 2 മക്കളോടാണ് ഇഷ്ടം തോന്നിയത്. പാല് പോലെ കുടിക്കാൻ നല്ല രസമുണ്ട്. ആ പാലിൽ നിന്ന് കുറച്ചുകൂടി രസം ചേർക്കുന്നതാണ് പഞ്ചസാര. ആ പഞ്ചസാരയും വളരെ ഇഷ്ടമുള്ളതാണ്. അത് വളരെ നല്ല
കാര്യങ്ങളാണ് മൂത്ത 2 മക്കളും പറഞ്ഞത്. പക്ഷേ ആ ഇളയ പെണ്ണ് അവൾക്ക് വേണ്ടത് ഉപ്പ്, അടുക്കളയിലെ ഉപ്പ്, എന്തിനു വെള്ളം, അവൾക്ക് ഒരു മര്യാദയില്ല, ഒരു രസവുമില്ല, എന്നോട് വലിയ സ്നേഹമൊന്നുമില്ല എന്ന മട്ടിൽ ഈ ഇളയ മകളെ കുറ്റപ്പെടുത്തി ആണ് സംസാരിച്ചത്. എന്നിട്ട് ആ മൂത്ത 2 മക്കളെയും വളരെ മനോഹരമായിട്ട് ലാളിക്കുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ഒക്കെ ചെയ്തു. ഈ ഇളയ മകളെ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറയും, വലിയ സ്നേഹമൊന്നും കാണിക്കില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞു ഓരോരുത്തരെ കല്യാണം കഴിച്ച് വിട്ടു. ഏറ്റവും അവസാനം കല്യാണം കഴിച്ച് വിട്ടത് ആരെയായിരിക്കും? ഇളയ മകളാണ് അല്ലേ? ഈ 3 മക്കളുടെയും കല്യാണം കഴിഞ്ഞിട്ട് ഈ രാജാവ് മക്കളുടെ വീട്ടിൽ താമസിക്കാൻ പോയി, വിരുന്ന് പോയി. മൂത്ത മകളുടെ വീട്ടിൽ താമസിച്ചു കുറച്ച് നാൾ. മൂത്ത മകൾ അച്ഛൻ വന്നതല്ലേ എന്നോർത്ത് വിശേഷമായിട്ട് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി നല്ല സദ്യയൊക്കെ ഒരുക്കി കൊടുത്തു. രാജാവിന് സന്തോഷമായി. അതുപോലെ കുറച്ച് നാൾ കഴിഞ്ഞ് രണ്ടാമത്തെ മകളുടെ വീട്ടിലും പോയി. ആ മകളും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ നല്ല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഭംഗിയായിട്ട് അച്ഛനെ സൽക്കരിച്ചു. അവസാനം മനസ്സില്ലാ മനസ്സോടെ മൂന്നാമത്തെ മകളുടെ വീട്ടിൽ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഗംഭീരമായിട്ട് ഒരു സദ്യ ഒരുക്കി വെച്ചു ഈ മകൾ. എന്നിട്ട് അച്ഛനത് കൊടുത്തില്ല, അതവിടെ മാറ്റി വെച്ചു. എന്നിട്ട് അവിടെ തയ്യാറാക്കി വെച്ചിരുന്ന മറ്റൊരു കൂട്ടം വിഭവങ്ങൾ വിളമ്പി. എല്ലാം മേശപ്പുറത്ത് പോകാൻ പല ഇനങ്ങളിലായിട്ട് പലതും വിളമ്പി വെച്ചു. രാജാവ് അച്ഛന് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. ഈ രാജാവ് ഭക്ഷണം കഴിക്കാനിരുന്നു. ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ആദ്യം എടുത്ത് വായിലേക്ക് വെച്ചപ്പോൾ അയ്യോ എന്നായിപ്പോയി. ആ സാധനത്തിന് ഉപ്പില്ല. അതങ്ങ് മാറ്റി വെച്ചു. അടുത്തതെടുത്തു, അത് കഴിച്ചപ്പോൾ അതിനും ഉപ്പില്ല. അവിടെ ഈ വച്ചിരിക്കുന്ന വിഭവങ്ങളെല്ലാം, ഉപ്പ് ചേർക്കേണ്ട വിഭവങ്ങളെല്ലാം രാജാവ് രുചിച്ച് നോക്കിയപ്പോൾ ഒന്നിനും ഉപ്പില്ല. ഉപ്പ് ചേർക്കേണ്ട ഒന്നിനും ഉപ്പ് ചേർത്തില്ല. രാജാവ് ഒന്നും മിണ്ടിയില്ല. മകൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് മകൾ അച്ഛനിത് വേണ്ടാന്നാണ് തോന്നുന്നത്, ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു, അതെല്ലാം എടുത്തുകൊണ്ട് പോയി. അതെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് അടുത്ത സെറ്റ് കൊണ്ടുവന്നു. അച്ഛൻ ഇതൊന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് കൊണ്ടുവച്ചിരിക്കുന്ന വിഭവങ്ങൾ ഓരോന്നായിട്ട് കഴിച്ചു നോക്കിയപ്പോൾ രാജാവിന് മനസ്സിലായി മൂത്ത മക്കളുടെ വീട്ടിൽ പോയപ്പോൾ കഴിച്ചതിനേക്കാൾ സ്വാദുള്ള ഭക്ഷണമാണ് ഇവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നത്. അതിലെല്ലാം പാകത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തപ്പോൾ അത് രുചിയുള്ളതായി. അല്ലാത്ത ഉപ്പ് ചേർക്കാതിരുന്നപ്പോൾ ആ ഭക്ഷണം എത്ര അരോചകമായിരുന്നു, രുചിയില്ലാത്തതായിരുന്നു. ഈ ഇളയ മകൾ വളരെ ഭംഗിയായിട്ട് ജീവിതത്തിൽ ഉപ്പിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് അച്ഛനെ മനസ്സിലാക്കി കൊടുത്തു. അച്ഛനത് മനസ്സിലാവുകയും ചെയ്തു. മകളെ, നീയാണ് എൻ്റെ ശരിയായ, എന്നോട് ഏറ്റവും ഇഷ്ടമുള്ള, എന്നെ നന്നായി ഒരു പാഠം പഠിപ്പിച്ച എൻ്റെ പ്രിയപ്പെട്ട മകൾ. മറ്റ് 2 മക്കൾക്കും പൊങ്ങച്ചമാണ്. നീ ജീവിതം പഠിച്ചവളാണ്, നീ നല്ലവളാണ്. അതോടുകൂടി ആ രാജാവിന് ഇളയ മകളോട് മറ്റ് 2 മക്കളേക്കാൾ കൂടുതൽ സ്നേഹമായി. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ഉപ്പിൻ്റെ അത്ര പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെടുത്തി ഒരു സമരം ചെയ്യുമ്പോൾ ഇത് എന്തുമാത്രം നമുക്ക് ആവശ്യമാണ് എന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഉപ്പ് സത്യാഗ്രഹം എടുത്തത്. ആ ഉപ്പും നമ്മുടെ സാമൂഹിക ജീവിതവുമായിട്ട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നാട്ടുകാർക്ക് അതോടുകൂടി മനസ്സിലാവുകയും ചെയ്തു. അവിടെ അത് മാത്രമല്ല, നിയമലംഘനത്തിലൂടെ തിരുവായ്ക്ക് എതിർവായില്ലാതിരുന്ന ഒരു സമ്പ്രദായത്തിൽ ഭരണാധികാരികളെ വെല്ലുവിളിക്കുകയും അവരെ പേടിപ്പിക്കുകയും ആ സമരമുറയിലൂടെ ഗാന്ധിജി ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഇത് നിർത്തുന്നു. നമ്മൾ ഇന്ന് ഗാന്ധി ജയന്തി ആണ്. എല്ലാവരും സ്കൂളിൽ പോകാതിരുന്നു. അപ്പോൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഗാന്ധി ജയന്തിയാണ്, ഗാന്ധി ജയന്തിയുടെ അവധിയാണെന്നറിയാം. പക്ഷേ ഗാന്ധിജിയെക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഇന്നൊരവസരം നമുക്ക് കിട്ടിയതാണ്. വായനശാല നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം പിള്ളേർക്ക് വേണ്ടി സംഘടിപ്പിച്ചതാണ്. വന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ സാറ് പറഞ്ഞു തന്നല്ലോ. അപ്പോൾ നിങ്ങൾ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ വിളിക്കും, നിങ്ങൾ വരണം. നമുക്കിങ്ങനെ
കൂടുതൽ സാറ് ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പങ്കുവയ്ക്കാനും പറ്റും. നിങ്ങളുടെ കൂട്ടുകാരോട് ചെന്ന് പറയുക ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അപ്പോൾ അത് നിങ്ങൾക്ക് എന്തോരം പ്രയോജനപ്പെട്ടു, അതുപോലെ തന്നെ മറ്റു കുട്ടികൾക്കും അത് പ്രയോജനപ്പെടട്ടെ. നമ്മൾക്ക് ക്ലാസ് എടുത്ത ദിവാകരൻ സാറിന് കൃതജ്ഞത അർപ്പിക്കുന്നു. സാറ് ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമിൽ നമുക്ക് അതിഥിയായി വരും. എല്ലാവരും സാറിന് വേണ്ടിയിട്ട് ഒരു നല്ല കയ്യടി കൊടുക്കണം. പിന്നെ നമ്മുടെ സീബ ടീച്ചർ ചെറിയൊരു കാര്യം പറഞ്ഞെങ്കിലും എല്ലാവരുടെയും മനസ്സിൽ തട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ദണ്ഡിയാത്രയെക്കുറിച്ചാണ് ടീച്ചർ പറഞ്ഞത്. ടീച്ചറിന് പ്രത്യേകം കൃതജ്ഞത അർപ്പിക്കുന്നു. നമുക്ക് സ്വാഗതം പറയാൻ വേണ്ടി നമുക്ക് രഞ്ജു ഉണ്ടായിരുന്നു. രഞ്ജു എല്ലാ കാര്യത്തിനും വിളിച്ചാലും വരുന്ന ആളാണ്. രഞ്ജുവിന് പ്രത്യേകം കൃതജ്ഞത അർപ്പിക്കുന്നു. പിന്നെ വന്നുകൂടിയ എല്ലാ കൂട്ടുകാർക്കും ഇനിയും വരണം. നിങ്ങൾക്ക് പ്രത്യേകം കൃതജ്ഞത അർപ്പിക്കുന്നു. പിന്നെ നമ്മുടെ ഈ പരിപാടി കവർ ചെയ്യാനായിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന ചിന്മയ ന്യൂസിൻ്റെ പ്രവർത്തകൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.